പുട്ടുള്ള ഉമ്മ അങ്ങനെ ഉമ്മ കറങ്ങി. നീ എന്തിനാ കഴുത്തൊക്കെ പിടിക്കുന്നേ? വണ്ടി ഡ്രൈവിംഗ് ആക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന വണ്ടി തട്ടിപ്പോവൂലേ? ചായ പീടിയാണ്ട് ചായ അടിപൊളി. വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്ത് യൂട്യൂബ്. പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചിട്ടൊരു പരിപാടിയില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രകാരം ഞാൻ എൻ്റെ മുമ്പിലത്തെ പ്രീവിയസ് വ്ലോഗ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ബ്രദറൊക്കെ വന്നിട്ടാണ്. 7 ഡേയ്സ് മാത്രം കേട്ടോ അവൻ വന്നിട്ടുള്ളത് ദുബായിൽ നിന്ന്, അബുദാബിയിൽ നിന്നാണ്. സോ ഇന്ന് അവന് പോകുന്ന ദിവസമാണ് കേട്ടോ. സോ 7 ഡേയ്സ് കംപ്ലീറ്റ് ആയി, 7 to 8 ഡേയ്സ് ആയി ഇന്നേക്ക്. എങ്ങനെ ഡേയ്സ് പോയി എന്ന് അറിഞ്ഞില്ല. 7 ഡേയ്സിൽ 7 ഇയേഴ്സ് പോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. സോ വീട്ടിൽ നമ്മൾ ഓരോ ആണ്, അതായത് ഒരാണ് വീട്ടിലിരിക്കുന്നത് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതായത് നൈറ്റ് ഡ്രൈവ് പോവാം, നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് തിന്നാം ഫാമിലി കൂടെ, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര വലിയ എൻജോയ്മെൻറ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മളായിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രമായിട്ട് പോകുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. വീട്ടിലാരെങ്കിലും വലിയൊരാൾ വേണം. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് എൻ്റെ അനിയന് വരുന്നത് വേണ്ടി നമ്മൾ വർഷത്തിന് ഇയർലി അല്ല വെയിറ്റ് ചെയ്യും കേട്ടോ. അവന് വന്നാൽ 7 ഡേയ്സ് ആയാലും 7 ഇയേഴ്സ് പോലെ അടിച്ചു പൊളിക്കും. അത്രയ്ക്ക് ഹാപ്പിയാണ്. ഇനി അവൻ നെക്സ്റ്റ് മാർച്ച് ഇല്ലെങ്കിൽ ഏപ്രിൽ അങ്ങനെ വരാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടൊന്നും തീർന്നിട്ടില്ല, കുറച്ചായിട്ടല്ലേ ഈ പ്രാവശ്യം കറങ്ങിയത് 7-8 ദിവസം കൊണ്ട്. സോ എങ്ങനെ 7-8 ദിവസം എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. അതിന് ബോറിംഗ് ഡേയ്സ് ആണോ? ബോറിംഗ് ഡേയ്സ് ആവില്ല മാക്സിമം നമ്മൾ, കാരണം കുട്ടികളെല്ലാം ഇതന്നല്ലേ, എവിടെ ബോറിംഗ് ആവാനാ, കേൾക്കുന്നില്ലേ? അങ്ങോട്ട് ഗലട്ടെ, ഇങ്ങോട്ടടി, അങ്ങോട്ടടി, ഇങ്ങോട്ടടി. രണ്ട് ആൺകുട്ടികൾ വീട്ടിലുണ്ടായാലും അങ്ങോട്ട് അടിയും പിടിയും അതന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുമാതിരി ആയിട്ടുണ്ടാവും. പിന്നെ അവരെ സ്കൂളിൽ അയക്കലും അതും അതന്നെ ആയി പാട്. ഈ 7 ഡേയ്സ് ഞാൻ സ്കൂളിൽ വന്ന് കുട്ടികൾ അയച്ചിട്ടില്ല. കുട്ടികൾ പോകാനും റെഡിയല്ല. പിന്നെ അവനക്ക് ലീവ് ഞാൻ പറയുന്നത് മാർച്ചിൽ അങ്ങനെ എന്തായാലും 2 weeks 3 weeks ഒക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അവൻ്റെ ലീവ്, ഓഫീസ് ലീവ് കിട്ടിയിട്ടുള്ളത് ഈ ആഴ്ചയാണ്, ഈ ഒരു മാസത്തിലായിരുന്നു. അപ്പോൾ എന്തായാലും വന്നിട്ട് ഒരു എൻജോയ് ചെയ്യുക, കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് അല്ലേ. പിന്നെ എൻ്റെ കുട്ടികളെ കറങ്ങിപ്പിക്കാനുള്ള ആൾക്കാർ ആരില്ല കേട്ടോ. സോ പിന്നെ അപ്പോൾ ഇന്ന് അവനക്ക് അബുദാബി പോകുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞു നീ എന്തായാലും ഉമ്മ ടൗണിൽ പോയിട്ട് ചെമ്മീനൊക്കെ വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് നീനോട് വെളുത്തുള്ളി ഇതൊക്കെ ഇവിടെ തൊളിച്ചിട്ട് വയ്ക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം, പാക്കിംഗ് ഉണ്ടാക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും. പിന്നെ ഇന്ന് നമ്മൾ ഫുള്ള് രാത്രി എന്താണെന്ന് വെച്ചാൽ അവൻ എയർപോർട്ടിൽ വിട്ടിട്ട് നേരെ വന്നിട്ട് ഇന്ന് നമ്മൾ ഉറങ്ങുന്ന പരിപാടിയാണ്. എത്ര ആയാലും ഉണ്ടാവല്ലോ. എന്തായാലും നമുക്ക് പിന്നെ കാണാം. ചൂടുണ്ട് ചെറുക്കത്. ನನ್ನ ವಿಷಯದಲ್ಲಿ ಇಲ್ಲ ನೀನು ಚೊಲ್ಲತ್ತವನ ಅಬ್ಬೋ ಅರ್ಥ ಬರವಾಟಿಗೆ ಚಂದ ಇಕ್ಕ ತಿನ್ನಲ್ಲ. ಒಳ್ಳೆ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ്. എള്ളുണ്ട ഇതൊന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിക്കണം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമാണ്. കേക്ക് ഐറ്റംസ്, പിന്നെ സ്വീറ്റ്സ്. ഇവൻ സ്വീറ്റ്സ് വന്നു ബിരിയാണി കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ അപ്പോൾ ഒരാൾ പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇന്ന് ഒന്ന് ടൗൺ വരെ പോയിട്ട് അവർക്ക് പാക്കിങ് സാധനമൊക്കെ മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ വേണ്ടിയാണ് റെഡിയായി പോകുന്നത്. ടൗണിൽ പോയിട്ടാണിത്, വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങളിലേക്ക് വാങ്ങുന്നത് നോക്കാം. ഒന്നുമില്ല, പാക്കിംഗ് ഉള്ള ഒരു ബോക്സ്, പാക്കിംഗ് കവർ, ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യോഗട്ട് കൊണ്ടുവന്ന കേട്ടോ. യോഗട്ട് എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനക്ക് അത് യോഗട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കാം. സോ അങ്ങനെ യോഗട്ട് കാണുന്നത് ഓരോ സ്ഥലത്ത് മാത്രം യോഗട്ട് ഉണ്ടാവുമല്ലോ, ഓരോ സ്ഥലത്തുണ്ടാവും. ഈ ഷോപ്പിലേക്ക് വന്നിട്ട് കുറച്ച് പാക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട്, പിന്നെ ട്രെയിനിങ് ഐറ്റംസ് വേണമായിരുന്നു. നോക്കുന്നുണ്ടോ മോട്ടോമാറ്റിക് ബൈക്ക് ലിക്വിഡ് പോളിഷ്, ഇതെന്ത് നോക്കുന്നു. ഇതൊന്ന് വാങ്ങണമായിരുന്നു. വാഷ് മോട്ടോർ ബൈക്ക് വാങ്ങി ചെമ്മീൻ കറി എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് എള്ളുപൊടിയാണ് ഞാൻ കേട്ടോ. മുച്ചിട്ടില്ല നോക്കൂടെ. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. എള്ളുപൊടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാ ഐറ്റം ഇതുണ്ട് കേട്ടോ. എന്താണ്
ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ ഇതും അങ്ങനെ തന്നെ രണ്ടാൾക്ക് രണ്ടാണ്, എൻ്റെ അനിയനക്കും അനിയൻ്റെ ഫ്രണ്ടിന്. അപ്പോൾ ഒന്ന് ഷുഗറാണ്, ഒന്ന് വിതൗട്ട് ഷുഗർ. അങ്ങനെ ഇത് വയർ ക്ലീൻ ആവണം, ഡൈജസ്റ്റ് ആവണം. ഒരു നാച്ചുറൽ പ്രോട്ടീനാണ് കേട്ടോ ബോഡിക്ക്. എല്ലാം ಹಾಕಿಕೊಂಡಿರ್ತೀನಿ ಬೀಫ್ ಕರಿ ಹಾಕಿಕೊಂಡು. ಇದು ಚೆಮ್ಮೀನ್ ಆಗುತ್ತೆ, ಚೆಮ್ಮೀನ್ ಕರಿಯ. ಚೆಮ್ಮೀನ್ ಕರಿ ಅಂತ ಹಾಕಿಸೋದು ಕವರ್ಲಿಟ್ಟಿಟ್ಟು പിന്നിട്ട് വയ്യ. നൂൽ പുട്ട് ഒക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉടിൽ നൂറ് വെച്ചിട്ടോ രാവിലെ തന്നെ വെച്ചിട്ട്, കാരണം ടൈം കിട്ടില്ലല്ലോ കൂടെ അടുത്തടുക്കുമ്പോൾ. അപ്പോൾ ഇഡ്ഡലിയും സേവും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ചൂടാക്കി കണ്ടിട്ട് പറ്റിയത്. ഹെബ്ബ ഇന്ന് മോന് പോകുന്നതാണ്. സന്തോഷമുണ്ടോ? നിന്നെ കാണിക്കൂല, നിനക്ക് സന്തോഷമുണ്ടോന്നോ മോന്? തിന്നണല്ലോ, വയർ നിറയണല്ലോ. നമ്മൾ വയർ നിറയണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പോകണം ചെയ്തു. സങ്കടമുണ്ട്, സങ്കടമില്ലാത്ത ആൾക്കാരുണ്ട്. വരുമ്പോൾ സന്തോഷം, പോകുമ്പോൾ സങ്കടം. അങ്ങനെയൊക്കെ കാര്യത്തിൻ്റെ കിടപ്പാണ്. അപ്പം നമുക്കിതൊന്നും സംസാരിച്ച് കാര്യമില്ല, ടൈമായി അവിടെ. ചേർന്ന പോലെ ഗേൾസിനെ പോലെ കരയാൻ പാടുണ്ടോ? പർത്തായല്ല പർത്തായ നല്ല ഇയർഫോണും ചെയ്തിരിക്കണം ഇവിടെ. പാക്കൊക്കെ ചെയ്യാനാണ് അത്യാവശ്യം. മൊബൈൽ കരട്ടാക്കുന്ന നിങ്ങൾ വരുന്ന മൊബൈൽ കഴിച്ച് പോയിക്കൊണ്ടിരിക്കാനായിട്ട് എയർപോർട്ടിൽ പോവാണ്. അനിയൻ്റെ ഒന്ന് എയർപോർട്ടിൽ വിടാണ്. ഫുള്ള് ടയർഡായിക്കണം എല്ലാവരും. പിന്നെ പോന്ന് പറഞ്ഞാൽ ഇത്ര ഈസി അല്ലല്ലോ, ഫുള്ള് ടയർഡായിക്കണം. ഷൂ ഇട്, അല്ല ആ ചെറുപ്പല്ലേ ഷൂ ഇട്, എല്ലാം ഷൂ ഇട്. വൈറ്റ് ഷൂ കൈകിട്ടിക്കണ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതന്നല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കേൾക്കണം. ഇട് തൽക്കാലം കാറിലല്ലേ പോകുന്നേ. ഇത്ര രസമുള്ള ബാട്ട കമ്പനി ഷൂ എൻ്റെ മൊയ്സിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എന്താവുക? ബാ മൊയ്ജിട്, മൊയ്ജിന് നോക്ക്. മൊയ്സിക്ക് എന്താണ് കാര്യം എന്നറിയില്ല കേട്ടോ. ഇവിടെ വണ്ടിയിൽ പോടാ, താഴെതാ ഇപ്പൊക്കെ വെയിറ്റ് ആക്കണം. എയർപോർട്ട് പോകണ്ടേ എനിക്ക്? കുട്ടികളെ റെഡിയാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് എന്നെ ടയർഡായി പോയിക്കണം. ഫുഡ് ഉണ്ടാക്കണം, പുറത്താക്കണം, കുട്ടികൾ മൊബൈലിക്ക് വേണ്ടി കറിയാം. ഒരു തവണ മൊബൈൽ അഡിക്ഷൻ ആയതുകൊണ്ടല്ലോ ഭയങ്കര വരെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ മൊബൈൽ കാണി ഇത്രയ്ക്ക് കാട്ടിക്കൂട്ടുന്നത്. പാക്കിംഗ് ആയി. ഇന്നൊരു ചെറിയ ബാഗ്, പാസ്പോർട്ടെല്ലാം എടുത്തല്ലേ ഒരു വെച്ച് പോകുമ്പോൾ. ഇപ്പുറത്ത് പത്താവാ, അപ്പുറത്ത്. അസ്സലാം വലൈക്കും. പിന്നെ ഞാൻ എവിടേക്ക്? അപ്പൊ ഞാൻ ഇറങ്ങി പോട്ടെ. പോകുമ്പോഴത്തേക്ക് സന്തോഷത്തിൽ പോണം. റെസ്റ്റോറൻറ്റ് അവിടെ ഇമിഗ്രേഷൻ എല്ലാം അക്കൗണ്ടല്ല നിക്കപ്പ. അപ്പൊ ഫസ്റ്റ് വിസ അല്ലേ, പുതിയ വിസ അല്ലേ. ഇപ്പൊ ഓൾറെഡി വിസ അടിച്ചതല്ലേ, അപ്പൊ ടൈം അത്ര വേണ്ടിട്ടില്ല. Oh no, I don't do that. Pero daytime. എയർപോർട്ട് എത്തി. ಟರ್ನಲ್ಲ ಅಪ್ಪ, ಅದು ಒನ್ ವೇ. ಇದು ಒನ್ ವೇ ಅಲ್ಲೇ ಎದುರು ಬಂಡೆ ಗಾಡಿ ಬಂಡಲ್ಲ ಅಲ್ಲೇ. ಬೇಜಾರುಂಡು ಇಬ್ಬು ಪೋಂಡೆದ ಬೇಜಾರಿಲ್ಲೇ.
ಖುಷಿ ಐಶ್ವರ್ಯ ಎಂದು ಮನಸ್ಸಿಲ್ಲಪ್ಪ ಇಪ್ಪ ಉಮ್ಮ ಸೀನ್ ಹಾಕ್ರಂడి ಬೇಡಿ ನೀ ಬುಲ್ಪುಟ್ಟೇಂಡಿ ಇಪ್ಪ ನೀ ಬಳ್ಳಾರಿ ಗುಪ್ಪಿ ಸೀನ ಎಂದ್ರೆ ಇದು అవును బస్ ఇంగ్రాన్ ఖాన్ ఎందుకని ఫిష్ మైజ్ ഇബ്രാഹിം ശങ്കരകരമായ ഒരു കാര്യമാണ് ബോർഡിംഗ് പാസ് കിട്ടുന്നിടത്തിൽ കാക്കോണ ഇങ്ങനെ പിന്നെ വേണ്ടേ ഇഷു ഇറങ്ങി ഇഷു ഇറങ്ങി എന്തിനാ ഉപദ്രാക്കുന്നത് കൈക്ക് എവിടെയെങ്കിലും കിട്ടി വന്നല്ല ബാ രണ്ട് ബ്രോക്ക് പോയിട്ടില്ല ഷോർട്ടാക്കിയിട്ടില്ല ലൊക്കു ബുൾപുട്ടില്ല ഉമ്മ അങ്ങനെ ഉമ്മ കരഞ്ഞു ഇമ്മ വേണ്ട അസ്സലാം വലൈക്കും ബാ ഉമ്മ ബാ ഇബ് വരെ 25 വേണം ഫെബ്രുവരി 25 Assalamualaikum. Dua rawa. Februari ke Monday. Isu muiz. Endakne? ഉപദ്രവക്കല്ല സാറില്ല ഉപദ്രവക്കണ്ട നോക്കൂ കോൺസെൻട്രേഷൻ ഞാൻ പറഞ്ഞിരുന്നു കരയരുത് സീനാക്കരുത് അവർക്ക് സങ്കടമാവുന്നു ഞാൻ കരയാറില്ല പിന്നെ അവൻ മാർച്ചിൽ വരാന്നല്ല പറഞ്ഞ് സമാധാനിച്ച് പോയതാ മൊയ്ജ് ശ്രദ്ധിക്കണേ മൊയ്ജ് മെല്ലെ മെല്ലെ കളിക്കല്ല അങ്ങനെ എനിക്ക് പേടിയൊന്നും കഴിച്ച അവർ നോക്കത് ഏയ് അങ്ങനെ ആക്കല്ലേ മൊയ്ജ് ശ്രദ്ധിക്കണേ വീഴുവേ ഇഷു മൊയ്സിനെ കൈപ്പിടി പിടിക്ക് അവൻ കരയില്ലല്ലോ വീടില്ല അവന നീ എന്തിങ്ങനെ ആക്കത് മൊയ്സ് സത്യം എങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര പേടിയാണ് കേട്ടോ നിങ്ങൾ എന്താ ഞാനിങ്ങനെ ആക്കുന്നത് വിചാരിക്കണ്ട ഇഷു സൈലന്റ് ഇരിക്കല്ലേ തല വലിച്ചോണ്ട് ഇട്ടിട്ടോടും ബൊബ്ബ എഴുതാതെ കേട്ടാ ബൊബ്ബ ഒന്നും ചെയ്യേണ്ടതെന്ന് തലക്ക് രണ്ട് കുട്ടി സിറ്റാൻ സറിയാവും ഞങ്ങൾ ചായപ്പീടിയൊക്കെ വന്നിട്ട് ഉപ്പതരാക്കരുത് ചായപ്പീടിയ വന്നിട്ട് ഉമ്മ ചായ കുടിക്കാണ് ആൾക്കാർ നോക്കുന്നേ കളിയാക്കുന്നു പിന്നെ ഉപദ്രാക്കുന്ന ഉപദ്രാക്കുന്നത് ആൾക്കാർ നോക്കുക ആൾക്കാർ ചിച്ചി ബോയ്സ് എന്ന് പറയും ചിച്ചി ബോയിന്ന് ഉപദ്രക്കാലോ ഞാൻ ഡ്രൈവിംഗ് അങ്ങനെ പറയരുത് ഇവിടുത്തെ ആൾക്കാർ ചീത്ത പറയുന്ന ഇങ്ങനത്തെ ഒരു വാക്ക് കുട്ടികളൊക്കെ അറിയാതൊക്കെ ചീത്ത പറയുന്ന വാക്കെല്ലാം ഈ കുട്ടി ഉറച്ചിക്കണം അടിക്കരുത് ഉമ്മച്ചിനെ അടിക്കാൻ പാടില്ല കുട്ടികളെല്ലാം അങ്ങനെ ഇത് ഉമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ ഒരു സംഭവം ഞാൻ ഡ്രൈവിംഗ് ചെയ്തതാണ് അപ്പോൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്ലോക്ക് വന്നു ബ്ലോക്കിൻ്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ റൈറ്റ് ടേൺ ആവണം യു ടേൺ എടുക്കണം ആ ടൈമിൽ ഞാൻ ഡ്രൈവിംഗ് സീറ്റിലാണ് മൊയ്സ് കുട്ടി ബാക്ക് സീറ്റിലാണ് ഇവൻ എൻ്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പോലീസ് പറയുന്നുണ്ട് വാ കേറി അവിടെ മീൻസ് ട്രാഫിക് പോലീസ് കേറി വരൂ പറയുന്നത് കാരണം ബ്ലോക്ക് ആവല്ലോ ഇവിടെ എൻ്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ച് ലോക്കാക്കിയിട്ട് ബാക്കിൽ ഇങ്ങനെ എനിക്കാണെങ്കിലോ വിടും മൊയ്സ് എന്ന് പറഞ്ഞ് മൊയ്സ് വിടുന്നില്ല പിന്നെ ഞാൻ പകുതി വഴി സൈഡാക്കിയിട്ട് വണ്ടി പറഞ്ഞു നീ എന്നെ ഓടിക്കുക എനിക്ക് പറ്റില്ല നീ എന്തിനാ എന്നെ കഴുത്തൊക്കെ പിടിക്കുന്നത് വണ്ടി ഡ്രൈവിംഗ് ആക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്ന വണ്ടി തട്ടിപ്പോവൂലേ എനിക്ക് പേടിച്ചിട്ടുണ്ടല്ലോ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയാണ് നൈറ്റ് ഡ്രൈവിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് ഡ്രൈവ് ചെയ്തതാണ് പക്ഷെ പോകുന്നവരെ നല്ല ധൈര്യത്തോടെ പോയതാ പിന്നെ അവിടുന്ന് ഞാനൊരു സൈഡിലൊരു ട്രോഫി വാങ്ങി അവർക്കൊരു ക്രിക്കറ്റിന്റെ ഒരു ടീം ഉണ്ട് അവരുടെ അതിന് ട്രോഫി വാങ്ങാൻ വേണ്ടി അവിടെ ഞങ്ങളവിടെ ട്രോഫി ഉണ്ട് കേട്ടോ അവിടെ ട്രോഫി ആർക്കോ സ്പോൺസർ ചെയ്യുന്ന ട്രോഫി അതാ അവിടെ വെച്ചിട്ടുണ്ട്
ആ ട്രോഫി വാങ്ങുന്ന സമയത്ത് എന്താക്കിയെന്ന് വെച്ചാൽ ഞാനവിടെ വണ്ടി സൈഡാക്കിയിട്ട് അവർക്ക് കൊടുത്തു, നീ എന്നെ ഡ്രൈവ് ആക്ക്. ഇവരൊക്കെ സ്കൂളൊക്കെ പോയ ശേഷം ഇനി ഞാൻ കൂട്ടി വന്നിട്ട് ഡ്രൈവ് ആക്കുള്ളൂ. ഇനി നിങ്ങൾ രണ്ടല്ലേ. പിന്നെ ഉമ്മ പറഞ്ഞാലൊന്നും അവർ കേൾക്കൂല, ഉമ്മ ഹാൻഡിൽ ചെയ്യാനും പറ്റൂല. ഇപ്പോഴും കണ്ടില്ല ഉമ്മ ചായ കുടിച്ചു കൊണ്ടിരിക്കുക, ഇവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്രദറാണെങ്കിൽ എന്തായാലും ഹാൻഡിൽ ചെയ്യും കുട്ടികളെ, പിന്നെ സിസ്റ്ററും. അപ്പൊ എനിക്ക് അവരുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ല. ചായ പിടിയാലും ഇല്ല, ചായ പിടിയല് ചായ കുടിക്കാനും. മിഞ്ഞാന്ന് ഞമ്മല് എവിടെ തന്നെ അത് റപ്പിച്ചന്റെ ചർമുറി കഴിച്ചു. റപ്പിച്ചന്റെ ഷോപ്പിൽ പോയിട്ട് ഞമ്മളെ കൂടി വന്ന നാട്ടിന്റെ ചെക്കൻ പറഞ്ഞു റപ്പിച്ചന്റെ ഷോപ്പിൽ പോയിട്ട് ചായ കുടിക്കാന്ന്. ഞാൻ വിചാരിച്ചു റപ്പിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ ആരോഗ്യം ഇച്ഛായിരിക്കും എന്ന് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോ അതിനോട് നാട് എവിടെ, ഏത് നാട്, കാസർഗോഡ് ഏതോ സൈഡാണ്. പിന്നെ നോക്കുമ്പോ ആ ഷോപ്പിന്റെ പേരല്ലേ റപ്പിച്ച. പിന്നെ വീഡിയോ ചർമുറിന്റെ വീഡിയോ അത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ നോക്കാം. വീഡിയോ ആക്കണം അങ്ങനെ പറഞ്ഞു. ഈ ചർമുറി അടിപൊളിയാണ്. ഈ ചർമുറി അടിപൊളിയാണ്, പക്ഷെ റപ്പിച്ചന്റെ ഷോപ്പിൽ ചർമുറി അടിപൊളിയാ. പിന്നെ ഇങ്ങനെ പറയുന്നത് ചായ പീടിയാന്റെ ചായ അടിപൊളിയാ. ചായ അടിപൊളി 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 പൊളിച്ചു. വാവ്, ഇവന്റെ പല്ല് പൊളിച്ചു. വാവ്, അടിപൊളി. മൊയ്സിന്റെ പല്ല് അടിപൊളി. ഇങ്ങനെ പല്ലുള്ള കുട്ടികളൊക്കെ ഭയങ്കര ജോറാണ് ഇത്ര ഗൈസ്. ഇവർ വലുതാകുമ്പോ പാവാണ് ആവത്ര. ചെറുതിൽ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനെയുള്ള പല്ലുണ്ട് കുട്ടികളെ ഭയങ്കര പേടാണ്. അല്ല കണ്ടില്ലേ ആക്കുന്നത്. ഒരിക്കൽ ഇവനെ വന്ന് 8 വയസ്സായി ആവുന്നത് കാത്തു നിൽക്കാൻ 8 വയസ്സായ മതി.